ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് അജ്മാനിലെ പിഗ്മി സൂവിലോട്ടാണ്. യുഎയിലെ തന്നെ ആദ്യത്തെ പിഗ്മി സൂ ആണ് ഈ അജ്മാനിലെ അൽസോറയിലുള്ള പിഗ്മി സൂ. പിഗ്മി സൂ സ്ഥിതി ചെയ്യുന്നത് അൽസോറ മറീനയിലാണ്. അങ്ങനെ നമ്മൾ ടാക്സിയിലാണ് വന്നത്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഹോളിഡേ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എറൗണ്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ എത്തി. ഇതൊക്കെ കാണുന്നത് ടൂറിസ്റ്റുകൾക്കൊക്കെ പോകാൻ ബുക്ക് ചെയ്ത് പോകുന്ന യോട്ടുകളാണ്. ഈ കാണുന്നത് സഫാരി ബോട്ടാണ്. ഇതിൽ കയറുന്നതിന് വേണ്ടി 10 ദിർഹത്തിന് ടിക്കറ്റ് എടുക്കണം. കുട്ടികൾക്ക് വേറെ ടിക്കറ്റാണെന്ന് തോന്നുന്നു. നമ്മൾ 10 ദിർഹത്തിൻ്റെ ടിക്കറ്റാണ്. നമ്മളവിടെ നിന്ന് കരുതിയിട്ടുണ്ട് നമുക്ക് ബോട്ടിങ് ചെയ്യാമെന്ന്. അങ്ങോട്ടേക്ക് ടിക്കറ്റൊക്കെ എടുത്തു. പക്ഷേ നല്ല തിരക്കായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ 5 മണിയായി. ബോട്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിൽ ഒരു 8 മണിയായപ്പോഴത്തേക്ക് സൺലൈറ്റൊക്കെ പോയി തുടങ്ങിയായിരുന്നു. അപ്പോൾ നമ്മൾ എഴുതി സൺലൈറ്റൊക്കെ പോയി. അതുകൊണ്ട് വീഡിയോ ഒന്നും പ്രോപ്പറായിട്ട് കിട്ടില്ലായിരുന്നു. പക്ഷേ നല്ല വീഡിയോകളാണ് കിട്ടിയിട്ടുള്ളത്. അതങ്ങോട്ട് നമുക്ക് കാണാം. ഇതാ ബോട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. നല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റ്. നമ്മുടെ നാട്ടിലൊക്കെ ഹൗസ് ബോട്ടില്ലേ, അതുപോലത്തെ ഒരു വൈബായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിള്ളേരൊക്കെ നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. പിള്ളേരൊക്കെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ വെള്ളത്തിൽ ഇവിടെ ബോട്ടിൽ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ചെറിയ ചെറിയ കണ്ടൽക്കാട് പോലെ ഒരു സൈഡിലുണ്ടായിരുന്നു. കുറച്ച് ചെടികളൊക്കെ കണ്ടലാണെന്ന് തോന്നുന്നു. ഒരു റൗണ്ട് മാത്രമേ ഇങ്ങനെ കറക്കുള്ളൂ. അങ്ങനെ നമ്മളിത് ആ ബോട്ടിങ് കഴിഞ്ഞ് കയറിയെടുത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരുപാട് പേര് ഇനിയും ക്യൂ നിൽക്കുക. അവരെല്ലാവരും ടിക്കറ്റ് എടുത്ത് ഇങ്ങനെ 3 ബോട്ടാണ് സവാരി നടത്തുന്നത്. 3 ഒരേപോലത്തെ തന്നെ 3 ഡ്രൈവേഴ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ കയറി എടുത്ത് തന്നെ വീണ്ടും തിരിച്ചെത്തിയേക്കുക. ഇനി ഇവിടെ നിന്ന് നമ്മൾ സൂവിലോട്ടാണ് പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ സൂവിലോട്ട് പോകുന്ന വഴിയാണ്. സൂവിലോട്ട് പോകുന്ന ആ വഴിയിൽ തന്നെ കുറച്ച് കഫേസും റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ കയറിയില്ല. കാരണം സൂവിലോട്ട് ലേറ്റ് ആവുന്നതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ട് പോയി. ആണ് പിഗ്മി സൂവിൻ്റെ എൻട്രൻസ്. ലൈറ്റ് പോയതുകൊണ്ട് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. എൻട്രിയുടെ അവിടെ ഇവിടെ എൻട്രി ടിക്കറ്റ് 10 ദിർഹമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികൾക്കും വലിയവർക്കും മൃഗങ്ങളുമായിട്ട് നേരിട്ട് ഇടപഴകാനും പഠിക്കാനും ഉള്ളൊരു അവസരം നൽകുന്നു. അതാണ് ഇവിടുത്തെ പിഗ്മി സൂവിൻ്റെ ഒരു പ്രത്യേകത. ഫസ്റ്റ് ബേഡ്സിൻ്റെ സെക്ഷന് ഇവിടെ ഒരുപാട് വെറൈറ്റി ബേഡ്സ് ഉണ്ട്. അയ്യോ, നമ്മുടെ കാക്ക, നമ്മളെ വെലിക്കാക്കയെ കൊണ്ട് ഇവിടെ കൂട്ടിലിട്ടേക്കുവാ ഗൈസ്. ഈ ബേഡ്സിനൊക്കെ നമുക്ക് കയ്യിലൊക്കെ വയ്ക്കാൻ തരും. എല്ലാവർക്കും തരും, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ തരും. കുട്ടികൾക്കൊക്കെ ചെറിയ ബേഡ്സിനാണ് കയ്യിൽ വയ്ക്കാൻ കൊടുക്കുന്നത്. നമുക്ക് ഒരുപാട് നേരം ഫോട്ടോ എടുക്കാം. അതിന്
അതുമായിട്ട് ഇടപഴകാനുള്ള സമയമുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമനുസരിച്ച് ഫോട്ടോ എടുക്കാം, അതിനെയൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. വലിയ ബേർഡ് പോകുന്നു. ചേട്ടന് ഒരുപാട് ബേർഡ്സിനെയൊക്കെ എടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത് നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ കൈ നമ്മൾ എടുത്തു കഴിഞ്ഞ ശേഷം ഇവിടെ കൈയുടെ അവിടെ ഒരുപാട് ഇങ്ങനെ പൊങ്ങി വന്നായിരുന്നു. അതിൻ്റെ കാറിൽ നഖമൊക്കെ കൊണ്ട്. പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനെടുത്തു വിഷയം ഓക്കെ. ബേർഡ്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞ് അടുത്ത് നമ്മൾ കുറച്ച് ആനിമൽസിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. ഒരുപാട് ആനിമൽസ് ഉണ്ട്, പേരൊന്നും എനിക്ക് പ്രോപ്പറായിട്ട് അറിയാൻ വയ്യ. നമുക്ക് അവരെ ഫീഡ് ചെയ്യാം. അവിടെ എൻട്രൻസിൻ്റെ അവിടെ അവർക്ക് ഫീഡ് ചെയ്യാനുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് മേടിക്കാം. പുല്ല് അതൊക്കെ മേടിച്ചുകൊണ്ട് നമുക്ക് അവരെ ഫീഡ് ചെയ്യാം. അത് നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞനാമ ഉണ്ടായിരുന്നു. ഞാൻ എടുത്തു വെച്ചു. കുറച്ച് നേരം അതിനെ കയ്യിലൊക്കെ വെച്ച് കളിച്ചിട്ടൊക്കെ അവിടെ വെച്ചിട്ട് വന്നു. ക്യാറ്റും കുഞ്ഞു ഡോഗ്സൊക്കെ ഉണ്ടായിരുന്നു. ഈ ക്യാറ്റിന്, പേർഷ്യൻ ക്യാറ്റിനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഏരിയ ആണ് ഇവിടെ. അതിനെ ഒരുപാട് നേരം നമുക്ക് എടുത്തു വയ്ക്കാം. ഇവിടെ ഒരാൾ ഉറങ്ങുകയാണ്. അപ്പോൾ ചേട്ടൻ പോയി ശല്യം ചെയ്യുകയാണ്. വേറെ പട്ടിക്കുട്ടികളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ജമുന വ്യാപാരിയായിട്ടുള്ള ഒരു ജമുന പ്യാരിയുണ്ട്. എല്ലാത്തിനും ഓടി നടന്നു.
വെറൈറ്റി ഐഡിയ അല്ലേ? ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് നടന്നു. അപ്പോൾ ക്ഷീണിച്ചു. അപ്പോൾ അടുത്തൊരു കഫേ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ചായയും പിന്നെ ഒരു സ്പെഷ്യൽ നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല സ്പൈറൽ പൊട്ടറ്റോ ചിപ്സും കൂടെ വാങ്ങി അങ്ങനെ അത് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ വീണ്ടും ബേർഡ്സിൻ്റെ സെക്ഷനിലോട്ട് പോവുക. ഇവിടെയാണ് മയിലുണ്ട്, ഒക്കെ ഉണ്ട്. അതാണ്ട് കങ്കാരു. അതൊക്കെ ലൈറ്റൊക്കെ ഇട്ട് നല്ല രീതിക്ക് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കാം. ഇത് അടുത്തത് ഒട്ടകപക്ഷിയുണ്ട്, യമമുണ്ട്. അതിനെ രണ്ടിനെ ഒന്നിച്ചിട്ടേക്കുക. എല്ലാവരും ഇങ്ങനെ നടക്കുക. അവർക്ക് നല്ല ഏരിയ ഉണ്ട് നടക്കാനൊക്കെ ആയിട്ട്. ബേർഡ്സിനെയൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ ഒരു പാർക്ക് കണക്കൊരു ചെറിയൊരു ഏരിയ ഉണ്ട്, ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ഏരിയ അവരങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുക. അങ്ങനെ അങ്ങോട്ട് വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ രണ്ടുപേരും കൂടെ എന്നിട്ട് തിരിച്ച് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വീണ്ടും ആനിമൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് അപ്പോൾ ഒരുവിധം ടൈമൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ നമ്മൾ ഇറങ്ങി അവിടെ നിന്ന്. താങ്ക് യു ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.